എന്നെ ഓരോരുത്തരും പറയത്തില്ലേ അവരെ പോലെ ഇവരെ പോലെ, എനിക്ക് ഇഷ്ടമല്ല അത്. എനിക്ക് ആരെയും പോലെ ആവണ്ട. സെൽഫ് ഐഡന്റിറ്റി അല്ലേ? നമ്മളൊന്ന് സ്ക്രീൻ ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാൻ കുറച്ച് പാടാണ്. എനിക്ക് ഷോർട്ട് ഹെയർ ആയത് നമ്മളെ വർക്ക് കണ്ടേ വേറൊരു വർക്കിലോട്ട് വിളിക്കത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റേ നെപ്പോട്ടിസം വേണം. എന്തെങ്കിലും വലുത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വല്ലതും ആണെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നും അയ്യോ വേണ്ടായിരുന്നു. എൻ്റെ ഈ ക്യാരക്ടറിൽ എനിക്ക് എല്ലാവിധ എക്സ്പ്രഷൻസും ഉണ്ട്. പാവം, കരയുന്നത്, എല്ലാം ഉണ്ട്. ഹായ്, ഹലോ, നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് മൂവി വേൾഡ് മീഡിയയിലെ ലാസ്റ്റ് നമ്മുടെ പാർവതി സീരിയലിൻ്റെ അവസാനത്തെ ഒരു ഇൻ്റർവ്യൂവിലേക്കാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിൽ നല്ലൊരു കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ്. സുന്ദരിയാണ്. കണ്ണുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പല ആക്ട്രസ്സായിട്ട് നമുക്ക് തോന്നും. മേഘയാണ്. ഹലോ മേഘ, നമസ്കാരം. ഹലോ. സുഖമായിട്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കണ്ണിൻ്റെ കാര്യം തന്നെ. പാർവതി ചേച്ചിയുടെ ആ ഒരു കണ്ണിൻ്റെ ചെറിയ അംശമൊക്കെ വന്നിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഏതൊക്കെയോ കുറേ പേരുകൾ പറയും. വേറെ ഏത് പേര് പറഞ്ഞിട്ടുണ്ട്? സിനിമ നടി മിയ. പുള്ളിക്കാരിയുടെ ഒരു ഫേസ് കട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ ഹിന്ദി പഴയ നടിമാരുടെ ഹേമമാലിനിയൊക്കെയാണോ? എൻ്റെ പേര് ഐ ഡോണ്ട് നോ. എങ്കിലും വളരെ സന്തോഷം. കാര്യം എനിക്ക് ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു വേഷം ഇപ്പോൾ ഈ ഒരു പാർവതിയിലാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? സെക്കൻഡ് ഹീറോയിൻ ആയിട്ടാണ്. പേര് മുനീർ വിപിൻ എന്ന് പറഞ്ഞിട്ടാ. ഓക്കെ. കുറേ സീരിയൽസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും. സൂര്യയിലും ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം ഈ കമ്പാരിസം, അതായത് ഇപ്പം കമ്പാരിസം നോക്കുകയാണെങ്കിൽ ഇപ്പം ഹീറോയിനും തന്നെ പറയാം. അത് താങ്കളിലേക്ക് വന്നപ്പോൾ എന്താണ് ആദ്യം മനസ്സുകൊണ്ട് ദൃഢമായിട്ടൊരു പ്രതിജ്ഞ എടുത്തത്? കാര്യം ഇത് നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത ക്യാരക്ടറിലേക്ക് കൊടുക്കണം. കാരണം നമ്മളെ വർക്ക് കണ്ടേ വേറൊരു വർക്കിലോട്ട് വിളിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും. അല്ലാണ്ട് വേറൊരു ഇതും വെച്ച് ഇപ്പം അല്ലെങ്കിൽ മറ്റേ നെപ്പോട്ടിസം വേണം. നെപ്പോട്ടിസം ഇല്ലാതെ നമുക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് കിട്ടത്തുള്ളൂ. സോ എൻ്റെ ബെസ്റ്റ് ഞാൻ ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു ലെവല്, ഇവർക്ക് വേണ്ട ഒരു ലെവൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ ഐ എം ട്രൈങ് മൈ ബെസ്റ്റ്. അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. എന്തോ അവർക്ക് ഇത് കുറച്ചും കൂടെ ഡ്രാമ വേണം, കുറച്ചും കൂടെ കെട്ടി ചെയ്യുന്നത്. എന്തിനാണ് പാവം കുട്ടിയായിട്ടാണോ? വില്ലത്തിയ, കുശുമ്പത്തി, നെഗറ്റീവ് അങ്ങനെ. പക്ഷെ അത് എനിക്കത് മേയക്ക് പറ്റില്ല എന്ന് തോന്നുന്നല്ലേ? കുറച്ച് പാടാ, പക്ഷെ പറ്റിപ്പിച്ചെടുക്കും. വീട്ടിലെങ്ങനെയാ? ഞാൻ ഒറ്റ മോളാ. അച്ഛനും അമ്മയോട് ചോദിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ ഒറ്റ മോളാ. സോ എനിക്ക് അത്യാവശ്യം നല്ല ഫ്രീഡം തരുന്ന ഒരു ഫാമിലിയാ. സോ പ്രശ്നമില്ല. ഫ്രണ്ട്സ് പോലെയാ. ഞാൻ എവിടെ പോയാലും ആരുടെ പോകുന്നു എല്ലാം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ്. സോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പം അച്ഛൻ അമ്മ കൂടെ ലൊക്കേഷനിൽ വരാറുണ്ടോ അതോ തനിയാണോ വരുന്നത്? അമ്മ ആദ്യം വരുമായിരുന്നു, പിന്നെ ഇപ്പൊ സ്ഥിരമായല്ലോ, എല്ലാരെയും അറിയാം. ഇപ്പൊ എന്നെ കൈൻഡ് ഓഫ് ഇവരെ ഏൽപ്പിച്ചു, നിങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞു. പിന്നെ 2 ഡോഗ്സ് ഉണ്ട് വീട്ടില്. സോ അവർക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ രാവിലെ വന്നാൽ രാത്രിയല്ലേ ഇവിടെ നിന്ന് പോവാൻ. അപ്പൊ അവർക്ക് ഫുഡ് അത് കാര്യങ്ങളൊക്കെ അച്ഛനും ജോലിക്ക് രാവിലെ പോയാൽ രാത്രിയാ വരാം. സോ അവരെ നോക്കാൻ ഒരാൾ വീട്ടിൽ വേണം. പെറ്റ്സ് ഇഷ്ടമാണോ? പിന്നെ ഇതിനകത്തെ കഥാപാത്രത്തിന് ഒരു പല്ലവി അല്ലേ? പല്ലവി എന്നാണ് പാർവതിയുടെ അനിയത്തി. പുതിയ പാർവതിയാണ് വന്നിരിക്കുന്നത്. നേരത്തെ സ്റ്റാർട്ടിങ് തൊട്ടേ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടില്ലേ മേഘ? എങ്ങനെയുണ്ട് 2 പാർവതിയുടെ ഡിഫറൻസ്? എങ്ങനെയുണ്ട്? ജെന്യുനായിട്ട് പറഞ്ഞാൽ മതി. കാര്യം അല്ല, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തി ഓരോ ഇതാണല്ലോ. ബട്ട് ഞാൻ അറ്റാച്ച്ഡ് കൂടുതലും നിയുക്തയായിട്ടായിരുന്നു. കാരണം നമ്മള് അനിയത്തി ചേച്ചി ആ ഒരു ബോണ്ടിൽ കുറെ 2-3 മാസം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരുടെ കല്യാണം കഴിയുന്നതും ഈ വീട്ടിലോട്ട് വരുന്നതും. അതിനുശേഷം നമുക്ക് സീൻസ് കുറവായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഇടയ്ക്കാണ് ഒരു 2 മന്ത്സേ ആവുള്ളൂ ഞാൻ വീണ്ടും ഈ വീട്ടിലോട്ട് വന്നിട്ട് നമ്മളെ വീട്ടിൽ നിന്ന്. അപ്പോഴും ഷീ വാസ് ദെയർ ആൻഡ് വി വർ മിംഗ്ലിംഗ് ഗുഡ്. സോ എനിക്കും ചേച്ചിക്കെന്ന് വെച്ചാൽ നമുക്കൊരു ബോണ്ടിങ് ഉണ്ട് വർക്ക് ചെയ്യുമ്പോൾ. അപ്പം ലക്ഷ്മിയായിട്ട് ഇനിയും ടൈം എടുക്കും ആ ഒരു ലെവൽ കംഫർട്ടും ബോണ്ടിങ്ങും വരാൻ. കുറച്ച് ഫ്യൂ ഡേയ്സേ ആയിരുന്നു സത്യം പറഞ്ഞാൽ. അതിലും എനിക്കും ചേച്ചിക്കുള്ള കോമ്പിനേഷൻ ഭയങ്കര കുറവായിരുന്നു. അതും അടി കൂടുന്നതായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. സോ ടൈം എടുക്കും. ബട്ട് ഐ ലൈക്ക് ഹർ. ഷീ ഈസ് ഗുഡ്. ഷീ ഈസ് ഓൾസോ ട്രൈയിങ് ഹാർഡ്. ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതലായിട്ട്. തീർച്ചയായിട്ടും അത് ലക്ഷ്മി സംസാരിക്കുമ്പോഴും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ പല്ലവി ഞാൻ ആദ്യം കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് പല്ലവി ഇതിനകത്തൊരു ഹീറോയിൻ ആണെന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ലക്ഷ്മി ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം ഞാൻ ആദ്യം ചോദിച്ചു, ആ കുട്ടിയാണ് എൻ്റെ? അല്ലല്ല, അത് സെക്കൻഡ് ഹീറോയിനാണ്. ഹീറോയിൻ വേറെയാണ്. വന്നപ്പം ലക്ഷ്മിയാണ്. പക്ഷേ അത് എന്തുകൊണ്ടാണ് ഒരു ഹീറോയിനി ഒരു പദം അല്ലെങ്കിൽ ആ ഒരു വേർഡിലേക്ക് വരാനായിട്ട് ഞാൻ ശ്രമിക്കാത്തതാണ്. എനിക്ക് അതിന് ഓഡിഷൻസിനെ വിളിച്ചിട്ടുണ്ട് ഹീറോയിൻ റോൾസിന്. എനിക്ക് സ്വയം ഒരു കോൺഫിഡൻസ് വന്നിട്ട് പോവാന്ന് വെച്ചാൽ. ഓഡിഷൻ വിളിച്ചിട്ടുണ്ടോ? ഓഡിഷൻസിനെ വിളിച്ചിട്ടുണ്ട്. ഏതിനാണ്?
ഏഷ്യാനെറ്റിൽ മാളികപ്പുറം അതിലേതോ ഒരു ഇതിന് വിളിച്ചായിരുന്നു. പിന്നെ ഒരു വർക്കിൽ ഓൺ ആയതാ, ഹീറോയിനായിട്ട് ഓണായി. പിന്നെ ആ വർക്ക് കണ്ടിന്യൂ ആയില്ല. ലൈക്ക് പൂജ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ടൈം എവരിവണിന്റെ എന്താ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സംസാരിച്ചോ? കാര്യം ഇത് എത്രാമത്തെ ഇന്റർവ്യൂ? ഞാൻ ഇന്റർവ്യൂ ഒന്നും കൊടുക്കാറില്ല. ഇത്രയും ദിവസം മുങ്ങി നടന്ന ഞാൻ ചോദിച്ചല്ലോ, നായിക പദം എന്ന് പറയുന്നത്, പദവി എന്ന് പറയുന്നത് എനിക്ക് കോൺഫിഡൻസ് കുറവാണ്. കാരണം ഇപ്പം മൂവീസ് എന്ന് പറഞ്ഞാൽ ഹീറോ ബേസ്ഡ് ആണ്, സീരിയൽസ് എന്ന് പറഞ്ഞാൽ ഹീറോയിൻ ബേസ്ഡ് ആണ്. സോ ഒരു സീരിയൽ വിജയിക്കണമെങ്കിൽ ഹീറോയിൻ ആണ് മെയിൻ. അപ്പം എന്നെ വിളിച്ച അവർക്ക് എന്നിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് വിളിച്ചത്. പക്ഷേ തിരിച്ചും എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവുന്നത് വരെ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ച് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അതിലോട്ട് തിങ്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ നെഗറ്റീവ് അല്ലേ? ഇപ്പോൾ ഒരു പോസിറ്റീവ് ക്യാരക്ടർ നായികയായിട്ട് വരുമ്പോഴത്തേനും ഒത്തിരി ഡിഫറൻസ് കാണും അഭിനയത്തിലും. അത് കാണും, ഇല്ല എന്നല്ല. ബട്ട് എൻ്റെ ഈ ക്യാരക്ടറിൽ എനിക്ക് എല്ലാവിധ എക്സ്പ്രഷൻസും ഉണ്ട്. പാവം, കരയുന്നത്, എല്ലാം ഉണ്ട്. കള്ളിയാണോ? കള്ളത്തരം കാണിക്കാറുണ്ട്, കള്ളക്കരച്ചിൽ കരയാറുണ്ട്. അപ്പം എനിക്ക് നെഗറ്റീവ് ഇഷ്ടം അതുകൊണ്ടാണ്. നമുക്ക് പഠിക്കാൻ ഒരു എന്താ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ നെഗറ്റീവ് കാരണം നമുക്ക് എല്ലാ എന്താ പറയാ വാരി വിതറാം, എന്തും ഇടാം. നമുക്ക് കൂടുതലും ഹാൻഡ് മൂവ്മെന്റ്സ് യൂസ് ചെയ്യാം. പക്ഷെ ഐ ഹാവ് ടു ലൈക്ക് എനിക്ക് അതൊക്കെ ഇനിയും പഠിച്ച് You have to much more. Yes, I have to be better. ഈ സംസാരം കുറച്ച് സംസാരിക്കുന്ന ആളാണോ? ടോക്കറ്റീവ് അല്ല? ടോക്കറ്റീവ് ആണ് അറൗണ്ട് മൈ ക്ലോസ് ഫ്രണ്ട്സ്. ഞാൻ ക്ലോസ് ഫ്രണ്ടാന്ന് വിചാരിച്ച് സംസാരിക്കാം നമുക്ക്. കാരണം വെച്ചാൽ നമ്മുടെ മൂവി വേൾഡ് മീഡിയയിൽ ഇങ്ങനെയല്ല. കാരണം വെച്ചാൽ റിനി ഇതിനേക്കാളും കുറച്ചും കൂടെ പയ്യാണ് സംസാരിക്കുന്നത്. അതിൽ കുറച്ച് ഡൗൺ ആയിട്ട് സംസാരിക്കുമ്പോഴേ ഇരിക്കുന്ന ഇൻ്റർവ്യൂവറിന് കുറച്ച് ഡെസ്പായി പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ സീരിയലിന് മാത്രമല്ല, ഇപ്പം പേഴ്സണൽ ലൈഫിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ എല്ലാവരുടെയും ചോദ്യമുണ്ട്, നാട്ടുകാരുടെ എല്ലാം ചോദ്യം കല്യാണം എപ്പോഴാണ്. പക്ഷെ ഞാനത് ചോദിക്കുന്നില്ല, നായിക എപ്പോഴാവുന്നത്? ഉടനെ ആവണം, ഒരു 2 ഇയേഴ്സിനകത്താവണം. ഈ വേറെ എന്തെങ്കിലും നിൽക്കുവാണെങ്കിൽ ഞാൻ MBA ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം വീട്ടുകാർക്ക് അതാണ് കൂടുതൽ താല്പര്യം. സോ അഥവാ അതിലോട്ട് പോവുകയാണെങ്കിൽ ഇല്ല, ഇതിൽ തന്നെ നിൽക്കുവാണെങ്കിൽ ഞാൻ കയറി വരും. MBA ചെയ്യുന്നുണ്ട്, കൂടെ പഠിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യണ്ട, എനിക്ക് കോളേജിൽ പോയി ചെയ്യണം. കാരണം അതിന് നല്ല വാല്യൂ ആണ്. പിന്നെ നമുക്ക് എന്തായാലും പഠിക്കുന്ന കാര്യം നേരെ പഠിക്കാം എന്നുള്ളൊരു മൈൻഡാണ്. അപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് എത്ര പാസ് ഔട്ട് ആയിട്ട് എത്ര വർഷമായി? കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയി. 21 വയസ്സേ ആവുന്നുള്ളൂ. കുഴപ്പമില്ല, 22. അപ്പോൾ 2 വർഷം അങ്ങനെ പോയാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയുന്നു, ഒരു നല്ലൊരു നായിക ആവാനുള്ള എല്ലാ അപ്പിയറൻസും അതുപോലെ തന്നെ ഭാവങ്ങളും എളിമയൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതാവട്ടെ. പഠിത്തം വേണം തീർച്ചയായിട്ടും. നമുക്ക് സീരിയൽ ഒരു സമയം വരെ ഉള്ളൂ. സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് കുറച്ചും കൂടെ കാലാവധി ഉണ്ടെന്ന് പറയാം, ഡ്യൂറേഷൻ ഉണ്ടെന്ന് പറയാം അല്ലേ? പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കിന് മിക്കതും നിൽക്കാനാണല്ലോ പതിവുള്ളത്. അങ്ങനെ എന്തെങ്കിലും കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും അല്ല, സീരിയൽ ശാശ്വതമല്ല, സോ അതുകൊണ്ട് പഠിക്കണം എന്ന്. സീരിയൽ ശാശ്വതമാക്കിയ ഒത്തിരിയും താരങ്ങളുണ്ടല്ലേ, ആർട്ടിസ്റ്റുകളുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർ നല്ല വിദ്യാഭ്യാസം ഉള്ളവരുമാണ്. പക്ഷെ അവർ ജോലി കളഞ്ഞിട്ടുള്ള ആൾക്കാരും ഉണ്ട് അല്ലേ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ തോട്ട് വന്നത്? അതല്ല നിങ്ങൾക്ക് വന്നത്. എനിക്ക് ഞാൻ അത്യാവശ്യം കുറച്ച് പഠിക്കും. അപ്പം എനിക്കിങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പം വന്നു, ട്രൈ ചെയ്തു, പയ്യെ കയറി. അപ്പം എനിക്ക് പിന്നെ ഇത് പാഷനും അതെന്ന് പറഞ്ഞാൽ ലൈക്ക് പ്രൊഫഷനുമായിട്ട് എടുക്കാനായിരുന്നു താല്പര്യം. അപ്പം ഇപ്പം ഐ എം ലൈക്ക് ഫുൾഫില്ലിങ് മൈ പാഷൻ. പ്രൊഫഷൻ അല്ലാണ്ട് നോക്കണമല്ലോ. സലീമേട്ടൻ പറഞ്ഞിട്ടുണ്ട്, സലീം കുമാർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അവന്മാരെ പഠിപ്പിച്ച് LLB എടുപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് എടുക്കട്ടെ, ഒരു പ്രൊഫഷനുണ്ട് കയ്യിൽ, പിന്നെ ആക്ടിങ്ങിലോട്ട് വല്ല കുഴപ്പമില്ല. അതുപോലെ MBA എന്ന് പറയുന്ന ഒരു നമ്മളൊരു ഗ്രാജുവേഷൻ എടുത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ട് അതിന് ശേഷം അഭിനയത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടോ? അഥവാ MBA എടുത്തതിന് ശേഷം? അപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ലാവും, ഭയങ്കര ഗ്യാപ്പ് ആവില്ല. നമ്മളൊന്ന് സ്ക്രീൻ ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറാൻ കുറച്ച് പാടാണ്. ഇപ്പോൾ സ്ക്രീനിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറേ കോൾസ് വരും. ഇപ്പം ഞാൻ 2 സീരിയൽ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് കോൾസ് വരാറുണ്ട്, ചെയ്യുന്നു. കണ്ടിന്യൂസ് ആൾക്കാർ കൺട്രോളേഴ്സ് കാണുന്നുണ്ടായിരിക്കും അല്ലെ? പ്രൊഡ്യൂസർ ഡയറക്ടറും കാണുന്നുണ്ടായിരിക്കും. ഒരു സീരിയൽ ഏതാ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പാർവതിയും കോൺസ്റ്റബിൾ മഞ്ജു. അതിനകത്ത് എന്തൊക്കെയാണ്? അതിനകത്ത് ഹീറോയിന്റെ സിസ്റ്റർ എല്ലാം നമ്മൾ
സബ്ബായിട്ടുള്ളതാണ് വന്നുകൊണ്ടിരിക്കുന്നല്ലേ അത് മതി. അത് പക്ഷേ നമ്മൾ നായികയായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 വർഷം വരെയൊക്കെ പോകുന്ന സീരിയലാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്തും മുഴുനീള കഥാപാത്രമല്ലേ ഇതില് ത്രൂ ഔട്ടായിട്ട് ഒരു മാസത്തിൽ എത്ര ദിവസം നമ്മൾ ഇതിനോട് ഉണ്ട്? ഇതില് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് വെച്ച് ചേച്ചി ഈ വീട്ടിൽ വന്ന് ഞാൻ ആ വീട്ടിലായിരുന്നപ്പോൾ എനിക്ക് ഡേറ്റ്സ് ഭയങ്കര കുറവായിരുന്നു. ഇപ്പം 2 മാസമായിട്ട് എനിക്കൊരു 8 to 10 days ഉണ്ട്. ഈ 10 ദിവസം കണ്ടിന്യൂസ് ഇവിടെ പോയി വരുമോ അതോ? പോയി വരും, വീട് അടുത്ത് തന്നെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു മേഘയുടെ എനിക്ക് അധികം ചോദ്യങ്ങളൊന്നുമില്ല. കാര്യം മേഘ എന്ത് പറഞ്ഞാലും ഒരു 1 ആൻസർ അല്ലെങ്കിൽ 1 ഷോട്ട് ആൻസർ എന്ന് പറയുന്ന പോലെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല. നല്ല സ്മൈൽ കേട്ടോ, സ്മൈലും അതുപോലെ ഏതോ ഒരു നായികയുടെ കൂട്ടുണ്ട്. കാര്യം എന്തെങ്കിലും പറയണ്ട തിരിച്ച്, അതിന് വേണ്ടിയിട്ടായി പറയുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴെല്ലാവരും പറഞ്ഞു മേഘ ഒരു പ്രാങ്ക് തരാൻ പറഞ്ഞു. മേഘ ഭയങ്കരമായിട്ട് ഷോർട്ട് ടെമ്പേർഡാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണോ കരയുന്ന ആളാണോ? പെട്ടെന്ന് കരയുന്ന ആളാണോ? അതെന്തിനാ അങ്ങനെ? അത് ആ ഒരു പശ്ചാത്താപം കൊണ്ടാണോ? അയ്യോ അങ്ങനല്ല, ലൈക്ക് എന്താ എനിക്ക് പക്ഷെ അങ്ങനെ പെട്ടെന്ന് ചെറിയ കാര്യത്തിനും ദേഷ്യം വരൂല. എന്തെങ്കിലും വലുത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതല്ലോ ആണെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നും അയ്യോ വേണ്ടായിരുന്നു. പുറത്ത് പോകുന്ന സമയത്ത് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഈ റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ റിയാക്ട് ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോഴാണ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എപ്പോഴും എവിടെ ചെന്നാലും ഒതുങ്ങി നിൽക്കും. അല്ല, മറ്റുള്ളവർ ആർക്കെങ്കിലും വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അതൊക്കെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോകുമ്പോൾ ഫ്രണ്ട്സിനെ കമന്റ് അടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാനായിരിക്കും ഏറ്റവും മുമ്പിൽ ചെന്ന് നിൽക്കണം. കമന്റ് അടിക്കാൻ ഇഷ്ടമല്ല, എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? അല്ല, കമന്റിൽ ഒരു രീതിയുണ്ട്, ഗുഡ് കമന്റ്സ് ആൻഡ് ബാഡ് കമന്റ്സ്. സോ അത് ഇവള് കൊള്ളാലോടാ എന്ന് പറയുന്നത് ബാഡ് കമന്റ് ആണോ? അല്ല, അത് കുഴപ്പമില്ല. പിന്നെന്താണ് ബാഡ് കമന്റ്? ബാഡ് കമന്റ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ആയിട്ട് ചില കമന്റ്സ് ഉണ്ട്, ചില പാർട്സിനെ പറയുന്നത് അതൊന്നും നമ്മൾ കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഫ്രണ്ട്സിനെ ആര് പറഞ്ഞാലും പ്രതികരിക്കും. അത് പറഞ്ഞ അടി ഉറപ്പ്. അടിയൊന്നുമില്ല, പക്ഷെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ എൻ്റെ ഫ്രണ്ട്സ് ഇത് കാണുമ്പോൾ അവർ ചിലപ്പോൾ കമന്റ് വിടും, ചേട്ടാ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ അതിലൊന്നും പിന്നെ ഞാൻ റിഗ്രറ്റ് ചെയ്യാറില്ല ആ റിയാക്ട് ചെയ്തതിൽ. കാരണം നമ്മളെ ഇപ്പം നാളെ എനിക്ക് വന്നാലും അവരെ കാണുള്ളൂ എന്നെ പ്രൊട്ടക്ട്. നമ്മൾ പൊട്ടിക്കരാറില്ല റിയാക്ട് ചെയ്താലും. അതിനൊന്നും പൊട്ടിക്കരാറില്ല, പക്ഷേ റിഗ്രറ്റും ചെയ്യത്തില്ല. റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതിനകത്ത്. നമ്മൾ ശരിയല്ലേ? അതെ. അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഞങ്ങളോട് ഞാനും ക്യാമറമാൻ അനുചേട്ടനോട് പറഞ്ഞത് ആ കുട്ടി വെറും ഒരു പാവം കുട്ടിയാണ്. പക്ഷെ ഇപ്പം മനസ്സിലായി, ഞാൻ പെട്ടു ഗൈസ്. കാര്യം എന്ന് വെച്ചാൽ ആള് നല്ല ബോൾഡാണ്, ആള് പെട്ടെന്ന് കരയുന്ന ഒരാളല്ല. അത് കറക്റ്റാണ്, JP പറഞ്ഞത് കറക്റ്റാണ്. JP എൻ്റെ അടുത്ത് പറഞ്ഞു, ജയപ്രകാശ് എൻ്റെ അടുത്ത് പറഞ്ഞത് പെട്ടെന്ന് കരയത്തിൽ റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ അനന്തനാ പറഞ്ഞ കൺട്രോളർ, അളയാ കരയ്ക്കല്ലേ അവള് പെട്ടെന്ന് കരയും. എന്താണെന്ന് ഞാൻ പറയാം. കാരണം JP എനിക്ക് ബ്രദറാണ്, അനന്തൻ ചേട്ടനും ബ്രദറാണ്. അപ്പോൾ JP ഇതുവരെ എൻ്റെ അടുത്ത് ഹാർഷായിട്ടോ അല്ലെങ്കിൽ ഒരു കളിക്ക് പോലും എന്നെ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അനന്തൻ ചേട്ടൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമ്മാ കളിയാക്കും, എന്തെങ്കിലും പറഞ്ഞിങ്ങനെ ചൊറിയാൻ നോക്കും. അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ എനിക്കതങ്ങ് ഫീലായി. അപ്പൊ ഞാനങ്ങ് കരഞ്ഞു. അപ്പം എനിക്ക് അവരെ ഇഷ്ടമുള്ള അതുകൊണ്ടാണ് എനിക്കത് ഫീൽ JP അങ്ങനെ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞേനെ. പക്ഷെ JP അതിനൊരു വക ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അനീഷ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അനീഷ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ തന്നെ പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? പ്രതികരണം എങ്ങനെ ആയിരിക്കും? നല്ല റിയാക്ട് ചെയ്യും. അതെനിക്ക് മനസ്സിലായി. കാര്യം എന്ന് വെച്ചാൽ സംസാരം ആടത്ത് സംസാരിക്കാൻ മനസ്സിലാവും, ഐ കോൺടാക്റ്റിൽ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ മറ്റേ ആടെടുത്ത് മടക്കി മാറ്റി വെച്ചിരിക്കുക. ഇനി വരുന്ന വർഷങ്ങളിൽ, മാസങ്ങളിൽ, ആഴ്ചകളിൽ, ദിവസങ്ങളിൽ എന്താണ് ഒരു എയിം എന്ന് പറയുന്നത്? സെക്കൻഡ്സിലൊക്കെ എന്താണ്? ഉറങ്ങുന്ന സമയത്തും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവല്ലോ. ഒബ്വിയസ്ലി പറഞ്ഞ് MBA കഴിഞ്ഞു. പക്ഷെ നമ്മൾ അഭിനയത്തിൽ ആരെ പോലെ ചെയ്യണം അല്ലെങ്കിൽ എന്താവണം എന്നാണ് ആഗ്രഹം? ആരെയും പോലെ ചെയ്യണ്ട, എനിക്ക് എന്നെ പോലെ ചെയ്താൽ മതി. എനിക്ക് എന്നെ ഓരോരുത്തരും പറയത്തില്ലേ അവരെ പോലെ ഇവരെ പോലെ, എനിക്ക് ഇഷ്ടമല്ല അത്. എനിക്ക് ആരെയും പോലെ ആവണ്ട. സെൽഫ് ഐഡന്റിറ്റി അല്ലേ, അത് വേണം. എന്ത് അപ്പൊ ഞാൻ ചോദിക്കും, അപ്പൊ തിരിച്ചും പറയാലോ, എന്റെ കണ്ണ് പോലെ ആ പുള്ളിക്കാരിയുടെ കണ്ണെന്നും പറയാലോ. ഞാൻ ചോദിക്കാറുണ്ട് അങ്ങനെ. അങ്ങനെയല്ല, എനിക്ക് എന്നെ പോലെ ആയാൽ മതി. സ്വന്തമായിട്ട് ഒരു നിലപാട്, അതാണ് വേണ്ടത്. തീർച്ചയായിട്ടും. ഇനി ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല, എന്ത് ക്യാരക്ടറാണ്? അതെ ഡ്രീം ആസ് ഇൻ മൂവീസ് തന്നെയാണ്. പക്ഷെ ഞാൻ അതിനു വേണ്ടി ഒന്നും ശ്രമിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പം ഐ എം വർക്കിംഗ് ഓൺ മൈസെൽഫ്. സോ പയ്യെ എല്ലാം മൂവ് ഓൺ ചെയ്യാനല്ലേ. അച്ഛൻ എന്താണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്? അച്ഛൻ BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ അമ്മ വർക്കിംഗ് ആയിരുന്നു ബാങ്കിൽ. അമ്മ MCOM, അപ്പം വർക്കിംഗ് ആയിരുന്നു. പിന്നെ അച്ഛൻ്റെ കൂടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തായിരുന്നു ഡൽഹിയിൽ. ചേഞ്ച് ആയിക്കൊണ്ടിരുന്നു. അപ്പം അമ്മ വർക്ക് കളഞ്ഞു. ഏത് ബാങ്കിലായിരുന്നു അമ്മയ്ക്ക് ജോലി? മുത്തൂറ്റ്.
അപ്പോൾ പ്രേക്ഷകർ ചോദിക്കുമ്പോൾ കണക്കെടുക്കാൻ വന്നതെന്ന് ചോദിക്കും, കമൻസ് വരും. നമ്മളെ മേഘയുടെ വിശേഷങ്ങൾ കൂടുതലായിട്ട് ആർക്കും അറിയത്തില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? പെറ്റ്സിൻ്റെ പേരെന്തൊക്കെയാണ്? മിയ, മാഗി. ഏത്? മിയ ആൻഡ് മാഗി. അപ്പോൾ ആ മിയയുടെ ഒട്ടിരിക്കുന്നതാണോ പറഞ്ഞത്? ആ മിയയുടെ ഒട്ടിരിക്കുന്നത് ആരും പറഞ്ഞില്ല. ചുമ്മാ പറഞ്ഞു കേട്ടോ. കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു. ഈ സൈഡിൽ നോക്കുക മിയ തന്നെ കേട്ടോ. ഞാൻ അതാണ് ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ മലയാളി മിയ, മലയാള സിനിമ ആക്ട്രസ് മിയ. നമ്മൾ ഈ ചില റിയാലിറ്റി ഷോസ് നമ്മൾ കാണുമ്പോൾ ഈ സുന്ദരികളെ മാത്രം എയിം ചെയ്തുകൊണ്ട് ചില ഡാൻസ് കോമ്പറ്റീഷൻസ് ഒക്കെ വരാറുണ്ട്. അത് എനിക്ക് തോന്നിയ എൻ്റെ പ്രോസ്പെക്റ്റിലുള്ളതായിരിക്കാം കോമ്പറ്റീഷൻസ്, അതായത് റിയാലിറ്റി ഷോസ് ഇല്ലേ. അപ്പോൾ ഈ ചില സുന്ദരികളെ മാത്രം എയിം ചെയ്തുകൊണ്ടുള്ള ചില ചാനൽസിൽ വന്നിട്ടുണ്ട്. എന്നാൽ അവരെക്കാൾ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ആൾക്കാരും അതെ, നേരത്തെ ഒരു കറുപ്പിനെ കുറിച്ച് ഒരാൾ പറഞ്ഞ പോലെ അങ്ങനെ ചെറിയ പാർഷ്വാലിറ്റി ചില ചാനൽസിൽ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാം. കാര്യം എല്ലാം ഒത്തിണങ്ങിയ ഒരാളാണ് താങ്കൾ. സൗന്ദര്യമായാലും ഡാൻസ് കളിക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഡാൻസ് കളിക്കും, പാട്ട് പാടാൻ അറിഞ്ഞൂടാ. പാട്ട് അപ്പോൾ ഡാൻസ് ആകുമ്പോൾ ഞാൻ കളിപ്പിക്കത്തില്ല, പാട്ടാകുമ്പോൾ പാടിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും പറഞ്ഞത്. എനിക്ക് ശരിക്കും പാട്ട് എന്തായാലും രണ്ടുപേരും നമുക്ക് പാടണം, അത് ലാസ്റ്റ് നമുക്ക് പാടാം. എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല. അല്ല ഞാൻ ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ റൈറ്റ് ക്വസ്റ്റ്യൻ അല്ലേ അത്? അങ്ങനെ ഞാൻ എല്ലാം തികഞ്ഞ ഒരാൾ ഒരിക്കലും അല്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ മൈനസ് ഉണ്ട്. അത് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന് അറിയാം എന്തായതാന്ന്. ഇപ്പം തന്നെ ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ട്രിവാൻഡ്രം സ്ലാങ് വരും. ഞാൻ പിന്നെ ഇങ്ങനെ കുറച്ചൊക്കെ കടിച്ചു പിടിച്ചാണ് എന്നാലും കുറച്ചൊക്കെ റിയാലിറ്റി ഷോയുടെ കാര്യം എനിക്ക് പേഴ്സണലായിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ല. ഞാൻ ഒന്നിലും പോയിട്ടുമില്ല. പിന്നെ അതിൽ പോയ ഫ്രണ്ട്സിനെ കുറച്ച് പേര് അറിയാം. ആരാന്ന് ചോദിക്കല് പറയാൻ പറ്റത്തില്ല. ഇൻഡസ്ട്രിയിലുള്ളവരാണോ? അല്ലല്ല, അവര് റിയാലിറ്റി ഷോ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ത്രൂ ദാറ്റ് അവർ ഫേമസ് ആണ്. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട്. അവർ ഏത് തലത്തിലാണ്? ഡാൻസിന്റെ ഫേമസ് ആണോ അതോ അല്ലാതെ? ഡാൻസിന്റെ ഇതിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞ ആള്. അപ്പം പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിക്ക് ആ സമയത്ത് ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. ബട്ട് ഹീ വാസ് ഡാൻസിങ് സോ വെൽ, എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു. പക്ഷെ അവർ ജഡ്ജസ് പുള്ളീൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ ഇപ്പം ഓക്കെ, ഈ സ്റ്റേജിൽ ഓക്കെ, പക്ഷെ മുമ്പോട്ട് പോകുമ്പം ഇനിയും ടഫായിക്കൊണ്ടിരിക്കും, ഈ ഒരു ഇത് വെച്ച് താൻ ഇനി എങ്ങനെ മുകളിലോട്ട് കയറും എന്നും പറഞ്ഞ് റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു ഹെൽത്ത് ബേസ്ഡ് ഒരു ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഒരു ചാൻസ് കൊടുത്തു നോക്കാമായിരുന്നു. മേ ബി ഹി കുഡ് ഹാവ് ഡൺ ഫാർ ബെറ്റർ. സോ അത് അങ്ങനത്തെ കുറച്ച് കാര്യം. അല്ലാതെ ഈ കളറ് അത് എനിക്ക് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ശരി, ഞാൻ കളറിനെ കുറിച്ച് ഒരു ലേഡി പറഞ്ഞ ഓർമ്മയുണ്ടോ? അത് നമ്മുടെ മണിച്ചേട്ടൻ്റെ അനിയനെയാണ് പറഞ്ഞത്. അത് തീർച്ചയായിട്ടും നിങ്ങളൊരു കലാകാരിയാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ട് എന്തെങ്കിലും, അതായത് ഒരു വിവരക്കേടായിട്ട് തോന്നുന്നു, അവരുടെ വിവരമില്ലായ്മയായിട്ടാണോ പറഞ്ഞത്? എല്ലാവരും എതിർത്തൊരു കേരളം മൊത്തവും ആ സ്ത്രീയെ എതിർത്തതാണ്. ട്രോളി എതിർക്കുകയും ചെയ്തു, നശിപ്പിച്ചു. എന്താ മേയക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ച്? എനിക്ക് അവരുടെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ. എൻ്റെ അച്ഛൻ നോർമൽ ഇതാണ്, കറുപ്പ് നോർമൽ പൊതു നിറമാണ്. ഞാൻ അച്ഛനെ കണ്ടാണ് വളർന്നത്. എൻ്റെ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞത് എൻ്റെ അച്ഛനാണ്. അപ്പം എനിക്കൊരിക്കലും ആ ഒരു കളർ എന്നുള്ളൊരിത് എൻ്റെ മൈൻഡിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പം അവൻ എന്തിനങ്ങനെ പറഞ്ഞെന്ന് പോലും ഐ കാൺട്ട് ഈവൻ റിലേറ്റ്. എന്തിന്റെ എനിക്ക് അത്രേ തോന്നിയുള്ളൂ. എന്തിന്റെ ആവശ്യമായിരുന്നു? മര്യാദക്ക് ജീവിച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നോ? എനിക്ക് തോന്നുന്നു അവരെ ആരെയും മൈൻഡ് ചെയ്തിരുന്നപ്പോ എല്ലാരെയും അറിയിക്കാൻ വേണ്ടി, ഒരാളുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി സെന്റർ ഓഫ് അട്രാക്ഷൻ. അതെ ക്യാമറ സ്പേസ്. എനിക്ക് ഒന്നേ ചോദിക്കാനുള്ള എന്തിനായിരുന്നു? പറഞ്ഞത് വിവരക്കേടല്ല, എന്താ പറയാ, മണ്ടത്തരം. എന്താ അതുമല്ല, വേറെ എന്തെങ്കിലും വാക്ക് കണ്ടുപിടിച്ചോണ്ട് പറഞ്ഞു. അതെ പക്ഷെ വേറെ നല്ല വാക്കുകൾ ഫേസ്ബുക്കിലും വരുന്നുണ്ട് കേട്ടോ, വാട്സപ്പിൽ, ഈ യൂട്യൂബിലൊക്കെ കമന്റ്സ് നല്ല വാക്കുകൾ അവർക്ക് വരുന്നുണ്ട്. ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കുകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അവർക്ക് ചോദിച്ച് മേടിച്ച. പക്ഷെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവരെല്ലാവരും അറിഞ്ഞു ഇങ്ങനെ ആളുണ്ടെന്ന്. എല്ലാം പോയി. കാര്യം അങ്ങനെ ഇരിക്കുന്ന ഒരാളെ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഇനി വരാൻ പോകുന്ന ഇപ്പൊ 2 ചെയ്തുകൊണ്ടിരിക്കുന്നു. നിലവിൽ ഇപ്പൊ 2 ചെയ്യുന്നത് അതോ ഇനി വേറെ എന്തെങ്കിലും? ഇല്ല 2 നമുക്ക് ഷെഡ്യൂൾ ഇതല്ലേ 15 അല്ലേ. ഒരു മാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും അല്ലേ? ഈ സൂര്യയുടെ ഷൂട്ട് നടക്കുന്നത് എവിടെയാണ്? സൂര്യയുടേത് നമ്മളെ വീട്, നായകന്റെ വീടായിട്ട് ഷൂട്ട് ചെയ്യുന്നത് പൂങ്കുളം കബനി വീട്. ട്രിവാൻഡ്രം തന്നെയാണല്ലേ? കോവളത്തിനടുത്ത് കബനി വീട് എന്ന് പറഞ്ഞിട്ട്. ബാക്കി വേറെ എവിടേക്കോ അവിടെ ഞാൻ പോയിട്ടില്ല. അല്ല, മേയക്കുള്ളത് ട്രിവാൻഡ്രത്ത് തന്നെയാണല്ലേ? അപ്പോൾ ഓടി എത്താൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ഇതിനകത്ത് കഥ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതിന്റെ അകത്തെ കഥ ഇപ്പൊ ഞാൻ ഭയങ്കര ക്രൂര ആയി വരികയാണ്. ചേച്ചീനെ റെസ്പെക്റ്റ് ഒന്നുമില്ല, പേര് വിളിക്കാൻ തുടങ്ങുന്നു. പിന്നെ ഞാൻ മേഘയായിട്ട് വരുന്നു അല്ലേ? അതായത് എല്ലായിടത്തും റിയാക്ട് ചെയ്യുന്നല്ലോ, പുറത്ത് റിയാക്ട് ചെയ്തില്ലേ? അതുപോലെ അങ്ങനെയല്ല.
ഇവിടെ കാര്യമില്ലാതെ റിയാക്ട് വെറുതെ റിയാക്ട് ചെയ്യും. കാര്യമുള്ളതിനല്ല റിയാക്ട് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ആ കഥാപാത്രം അങ്ങനെ പോകുമ്പോൾ എല്ലാവരും ചിലപ്പോൾ ക്യാച്ച് ചെയ്യും. പുറത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ആ ഭയങ്കര പോകുന്നു. എൻ്റെ അടുത്ത് എന്നെ വന്ന് കണ്ടിട്ട് ഇതാ പറഞ്ഞു, ചേച്ചിനെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്, കുശുമ്പത്തി കുറുമ്പത്തി ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, ഇതിങ്ങനെയാ വന്ന് പറയുന്ന ആൾക്കാർ അമ്പലങ്ങളിൽ പോകുമ്പോഴാണ് കൂടുതലും വരുന്നത്. പിന്നെ ഈ കനകക്കുന്ന് അവിടെ മറ്റേ ഫെസ്റ്റ് അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ അവിടെയും കുറെ പേര് വന്ന് അവിടെ ചേച്ചിമാരൊക്കെ ഗസ്റ്റ് ആയിട്ടാണോ പോകാറുള്ളത്? കാണാൻ വേണ്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുമോ അതോ നോർമലി പോകും? ഞാൻ ഓടും ആരെങ്കിലും. പിന്നെ ചിലർ കയറി കൈ പിടിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ. പിന്നെ എന്റെ ഫ്രണ്ട്സ് കളിയാക്കും. എന്നാൽ ഞാൻ കേൾക്കാത്തത് പോലെ പോകും. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ആ ഒരു പബ്ലിക് പ്ലേസിൽ എനിക്കൊരു നോർമൽ പേഴ്സൺ ആയിട്ട് നിൽക്കാനാണ് താല്പര്യം. അപ്പോൾ എൻ്റെ ഇവരിങ്ങനെ ഇത് സീരിയലിലെ കൊച്ചല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ കേൾക്കും, പക്ഷെ ഞാൻ അങ്ങ് നടക്കും. അത് അവരെ റെസ്പെക്ട് ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടൊന്നുമല്ല, എനിക്കൊരു ഷൈനസ് എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഉടനെ ഫ്രണ്ട്സ് എടിതാ നിന്നെ വിളിക്കണം, എടിതാ നിന്നെ വിളിക്കണം, വിളിച്ച് കാണിക്കും. അപ്പോൾ പിന്നെ എനിക്ക് പോവാതിരിക്കാനും പറ്റൂല. അങ്ങനെ പോയി മിണ്ടിയിട്ടുണ്ട്. പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ. അല്ല തീർച്ചയായിട്ടും അവരുണ്ടെങ്കിലേ നമ്മളുള്ളൂ. അപ്പൊ ഉറപ്പായിട്ടും പുറത്തിറങ്ങുമ്പോൾ അവരൊക്കെ എന്നെ ഞെട്ടിപ്പിച്ച ഒരു ഇതുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് ആക്സിഡന്റ് ആയിട്ട് ഞാൻ അവിടെ 2-3 ദിവസമായിട്ട് പോവുക സ്ഥിരമായിട്ട്. ആ സമയത്ത് ഒരു അപ്പോൾ അങ്കിളുണ്ട്, വൈഫുണ്ട്, കൊച്ചുണ്ട്. ഇവർ 3 പേരും ഇങ്ങനെ നടന്നു പോകുമ്പം ആ കൊച്ചിങ്ങനെ അങ്കിളിനെ വിളിച്ചിട്ട് കാണിക്കുക, അച്ഛ അച്ഛ അച്ഛ. അപ്പോൾ ഞാൻ കൊച്ചിനെ നോക്കി, നല്ല ക്യൂട്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ അതിനെ നോക്കിക്കൊണ്ട് വരുമായിരുന്നു. അപ്പം ഇങ്ങനെ അച്ഛ അച്ഛ അച്ഛ. അപ്പോൾ അങ്കിള് ഭാര്യ കൊച്ചിനെ കൊണ്ടുപോയി. എന്നിട്ട് അങ്കിള് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, പാർവതി സീരിയലിലല്ലേ, ഞാൻ കാണാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇങ്ങനെ അങ്കിളൊക്കെ കാണുമോ സീരിയല്? പറഞ്ഞു, ആ മോളെ പല്ലവി എന്നല്ലേ, എനിക്കറിയാം. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, എനിക്ക് ഷോർട്ട് ഹെയർ ആക്ച്വലി. അപ്പോൾ അതിൽ മറ്റേ 2 സൈഡും കെട്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ എനിക്ക് സ്പെക്സ് ഉണ്ട്, അപ്പം സ്പെക്സും മുടിയില്ല, അങ്ങനെ പെട്ടെന്ന് മനസ്സിലായില്ല. അയ്യോ ഭയങ്കര അതാണ് വിശേഷമൊക്കെ ചോദിച്ചു. അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ സ്പെക്സ് യൂസ് ചെയ്യാറുണ്ട്. ഷോർട്ട് ഹെയർ ആയിരുന്നു എനിക്ക് ഷോർട്ട് ഹെയർ ആയത് എനിക്ക് ഇതെന്റെ ഒറിജിനലാ, ഇത്രേ ഉള്ളൂ. ഷോർട്ട് ഹെയർ ആണ്, കണ്ണാടി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായില്ല. അങ്ങനെയും മനസ്സിലാക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? അങ്കിൾ പൊതുവെ നമ്മളുടെ എൻ്റെ ഒരു തോട്ട് പ്രോസസ് എന്ന് വെച്ചാൽ പെണ്ണുങ്ങളാണ് കാണുന്നത്. അങ്കിൾ ഇങ്ങനെ ഭയങ്കര എങ്ങനെ കഥയൊക്കെ പറയൂ എൻ്റെ അടുത്ത് സീരിയൽ. അപ്പൊ ഞാൻ ഇങ്ങനെ കാണുമെന്ന് മനസ്സിലായി. പിന്നെ എൻ്റെ കുറെ ഫ്രണ്ട്സ് അവരുടെ അമ്മമാരൊക്കെ ഇരുന്ന് കാണുന്ന വീഡിയോ എടുത്ത് അയച്ചു തരും. ഇതാണ്ട് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നീ ഒന്ന് വീഡിയോ കോൾ ചെയ്യോ, അമ്മയ്ക്ക് കാണണം. പിന്നെ എൻ്റെ കൂടെ സെൽഫി എടുത്തിട്ട് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ സെൽഫി എടുത്തിട്ട് വീട്ടിൽ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. കൂട്ടുകാരിയാന്ന് പറഞ്ഞാൽ അവരൊക്കെ പ്രൗഡാണ് ഇപ്പൊ അല്ലേ? അവർക്കൊക്കെ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. ഈ സെൽഫി എടുക്കുന്നൊക്കെ ഇനി പുറത്തിറങ്ങുമ്പോഴേ നമ്മൾ എല്ലാരെയും ഒരു കയ്യിൽ കൊണ്ടുപോകാൻ ശ്രമിക്കണം. കാരണം ഷൈനസ് മാറ്റണം. അവരുണ്ടെങ്കിലേ നമ്മൾ ഉള്ളൂ എന്നുള്ളത് തീർച്ചയായിട്ടും. ചിലർ വിചാരിക്കും ജാടയെന്ന് വിചാരിക്കും, പക്ഷെ ഷൈനസ് നമുക്കേ അറിയുള്ളൂ. അപ്പോൾ അത് ചിലർ വിചാരിക്കും ജാടയാണ്, അടുത്ത് പോയി കഴിഞ്ഞാൽ മിണ്ടത്തില്ല എന്നുള്ളതുണ്ട്. അതൊക്കെ മാറ്റാനുള്ളൊരു നമ്മുടെ ഒരു ഉപാധിയാണ് ഇത്. പറഞ്ഞോളൂ, പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എനിക്ക് ജാടയൊന്നും ഇല്ല ഗൈസ്. ഓക്കെ, ഇനി വരുന്ന പ്രോജക്റ്റും എല്ലാം നന്നായിട്ട് പോട്ടെ. ഇത് രണ്ടും നന്നായിട്ട് പോട്ടെ. എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ഈ സീരിയലാണ്. നസീർ സാറാണ് നമ്മുടെ ഇതിലെ ഫസ്റ്റ് ഡയറക്ടർ. എം നസീർ സാറാണ് എന്നെ ഇതിലോട്ട് കൊണ്ടുവരുന്നത്. പുള്ളിയുടെ അടുത്ത് ഭയങ്കര താങ്ക്സ് ഉണ്ട്. കാരണം ഇതിന്നാണ് എന്നെ ആൾക്കാർ ഭയങ്കരമായിട്ട് തിരിച്ചറിയാൻ തുടങ്ങിയതുമല്ല. തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു കഥാപാത്രം കിട്ടുമ്പോഴാണ് ആൾക്കാർ ക്യാച്ച് ചെയ്യുന്നത്. അതൊരു 10 മിനിറ്റ് ആയാലും 5 മിനിറ്റ് ആയാലും 1 മിനിറ്റ് ആയാലും അത് ആരുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. എന്താ നമ്മുടെ മൂവി വേൾഡ് മീഡിയ പ്രേക്ഷകരോട് എന്താ പറയുന്നത്? മൂവി വേൾഡ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കീപ് അപ്ഡേറ്റഡ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ഞാൻ ചാനലിനെ കുറിച്ച് പറയാനല്ല ഗായ്സ് പറഞ്ഞത്, മേഘ പല്ലവിയുടെ കഥാപാത്രത്തെ കുറിച്ച് സപ്പോർട്ട് ചെയ്തതിനെ കുറിച്ച് നമ്മൾ നിങ്ങളെയും പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ തീർച്ചയായും അതും കൂടെ പറയാം. എൻ്റെ ക്യാരക്ടർ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലാന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ഇങ്ങനെ ആയിപ്പോയി. എന്നെ ഇങ്ങനെയാണ് റൈറ്റർ എഴുതി വിടുന്നത്. അതുകൊണ്ട് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണം. എൻ്റെ അഭിനയത്തിൽ വല്ല ഇമ്പ്രൂവ്മെൻറ്റും വേണമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതും സജസ്റ്റ് ചെയ്യണം. പിന്നെന്താ, നമ്മളെ പുതിയ പാർവതീനെ അക്സെപ്റ്റ് ചെയ്യണം. അടിപൊളി, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഇൻ്റർവ്യൂ എടുത്തതിൽ പാർവതിയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരാൾ മേഘയാണ്. ബാക്കി എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്, പക്ഷെ അത് ഓർത്ത് വെച്ച് പറഞ്ഞത് ചേച്ചി ആയതുകൊണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ഇനിയും നല്ല കഥാപാത്രങ്ങൾ സിനിമയിൽ ഒരു നായികയായിട്ട് ദിലീപേട്ടനോടോ രാജേഷേട്ടൻ പൃഥ്വിരാജിനോടോ ടോവിൻ അത് ചോദിച്ചില്ല, ആരോടോ നായികയാണ് ഇഷ്ടം? പ്രണവൻ്റെ കൂടാണല്ലേ? തീർച്ചയായിട്ടും അതൊരു മനുഷ്യൻ തന്നെയാണ് കേട്ടോ. അല്ല, പ്രണവ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ലൈക്ക് ഞാനും ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യണം, ട്രാവൽ ചെയ്യണം, ആ ഒരു മൈൻഡാണ്. സോ
കല്യാണം കഴിക്കണേ അതുപോലത്തെ ഒരാളെ കല്യാണം കഴിക്കാമോ? അങ്ങനെയാണോ? അത് പിന്നെ കറങ്ങാൻ പോണ്ടേ? കറങ്ങുന്നതല്ല, അതുപോലെ ക്യാരക്ടറുള്ള ഇഷ്ടമാണല്ലേ? ട്രാവൽ ചെയ്യുന്ന ഒരാളെ ഇഷ്ടം. അപ്പോൾ പ്രണവിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് സിനിമ അഭിനയിച്ച് ഫസ്റ്റ് ഇഷ്ടം പ്രണവിനോട് പറയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങളെല്ലാവരും. ആ പ്രണയം പൂത്തുലയട്ടെ എന്ന് പറയുന്നു. ഒരു ക്യാപ്ഷൻ കൊടുക്കട്ടെ ഞങ്ങൾക്ക്. പ്രണവിനെ പ്രേമിച്ച കൊടുക്കട്ടെ, കിടക്കട്ടെ, ആരെങ്കിലും കാണട്ടെ. അപ്പോൾ എല്ലാവിധ ഭാഗങ്ങളും നന്നായിട്ട് വരട്ടെ. നല്ല ചിരി, കീപ് സ്മൈലിംഗ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.